2025 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് പരിധിയില്ലാത്ത സ്വത്ത് നൽകുവാൻ. ഇങ്ങനെയുള്ള മധുരമായ ബാബയെ നിങ്ങൾ സ്നേഹത്തോടെ ഓർമ്മിക്കൂ, എങ്കിൽ പാവനമായി മാറും. ചോദ്യം: വിനാശത്തിൻ്റെ സമയം എത്രത്തോളം സമീപം വന്നുകൊണ്ടിരിക്കുമോ അതിൻ്റെ അടയാളങ്ങൾ എന്തായിരിക്കും? ഉത്തരം: വിനാശത്തിൻ്റെ സമയം സമീപമാകുമ്പോൾ എല്ലാവർക്കും അറിയാൻ കഴിയും, നമ്മുടെ ബാബ വന്നു കഴിഞ്ഞു. ഇപ്പോൾ പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയും പഴയതിൻ്റെ വിനാശവും ഉണ്ടാകേണ്ടതുണ്ട്. വളരെ പേർക്ക് സാക്ഷാത്കാരങ്ങളും ഉണ്ടാകും. സന്യാസിമാർ, രാജാക്കന്മാർ തുടങ്ങിയവർക്ക് ജ്ഞാനം ലഭിക്കും. പരിധിയില്ലാത്ത ബാബ വന്നിരിക്കുകയാണ്, ആ ഒന്ന് സദ്ഗതി നൽകുന്നവനാണ് എന്ന് എല്ലാവരും കേൾക്കുമ്പോൾ വളരെ പേർ വരും. പത്രങ്ങളിലൂടെ അനേകർക്ക് സന്ദേശം ലഭിക്കും. കുട്ടികളായി നിങ്ങൾ ആത്മാഭിമാനി ആയിക്കൊണ്ടിരിക്കും. ഒരു ബാബയുടെ തന്നെ ഓർമ്മയിൽ അതീന്ദ്രിയ സുഖത്തിലിരിക്കും. ഗീതം: ഈ പാപത്തിൻ്റെ ലോകത്തിൽ നിന്നും കൊണ്ടുപോകൂ. ഓം ശാന്തി. ഇതാരാണ് പറയുന്നത്? ആരോടാണ് പറയുന്നത്? ആത്മീയ കുട്ടികളെ, ബാബ അടിക്കടി ആത്മീയം എന്നെന്തുകൊണ്ട് പറയുന്നു? കാരണം ഇപ്പോൾ ആത്മാക്കൾക്ക് പോകേണ്ടതുണ്ട്. പിന്നെ എപ്പോഴാണോ ഈ ലോകത്തിലേക്ക് വരുന്നത് അപ്പോൾ സുഖമുണ്ടായിരിക്കും. ആത്മാക്കൾ ഈ ശാന്തിയുടെയും സുഖത്തിൻ്റെയും സമ്പത്ത് കഴിഞ്ഞ കൽപ്പത്തിലും നേടിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ സമ്പത്ത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. റിപ്പീറ്റ് ആകുന്നത് സൃഷ്ടിചക്രവും വീണ്ടും റിപ്പീറ്റ് ആകുമ്പോഴാണ്. എല്ലാം റിപ്പീറ്റ് ആകുന്നുണ്ടല്ലോ. എന്തെല്ലാം പാസ്റ്റായോ അത് റിപ്പീറ്റ് ആകും. അല്ലെങ്കിൽ തന്നെ നാടകവും റിപ്പീറ്റ് ആകുന്നുണ്ടെങ്കിലും അതിൽ ചേഞ്ചും വരുത്തുവാൻ സാധിക്കും. ഏതെങ്കിലും വാക്ക് മറന്നുപോയി എങ്കിൽ ഉണ്ടാക്കി ചേർക്കുവാൻ സാധിക്കും. ഇതിനെ പിന്നെ ബയോസ്കോപ്പ് എന്ന് പറയുന്നു. ഇതിൽ ചേഞ്ച്, അതായത് മാറ്റം ഉണ്ടാവുക സാധ്യമല്ല. ഇത് അനാദിയും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതുമാണ്. ആ നാടകത്തെയാണെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടത് എന്ന് പറയില്ല. ഈ ഡ്രാമയെ മനസ്സിലാക്കുന്നതിലൂടെ അതിനെക്കുറിച്ചും മനസ്സിലാകുന്നു. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ കാണുന്ന നാടകവും മറ്റുമെല്ലാം അസത്യമായതാണ്. കലിയുഗത്തിൽ ഏതെല്ലാം വസ്തു കാണപ്പെടുന്നുവോ അവ സത്യയുഗത്തിൽ ഉണ്ടായിരിക്കുകയില്ല. സത്യയുഗത്തിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് പിന്നെ സത്യയുഗത്തിലേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ പരിധിയുള്ള നാടകവും മറ്റും വീണ്ടും ഭക്തിമാർഗത്തിൽ തന്നെ ഉണ്ടാകും. ഏതു വസ്തു ഭക്തിമാർഗത്തിൽ ഉണ്ടായിരിക്കുന്നുവോ അത് ജ്ഞാനമാർഗത്തിൽ, അതായത് സത്യയുഗത്തിൽ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും നിങ്ങൾ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഒന്നാമതായി ലൗകിക പിതാവിൽ നിന്നും രണ്ടാമതായി പാരലൗകിക പിതാവിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ബാക്കി അലൗകിക പിതാവിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നില്ല. ഇദ്ദേഹം സ്വയം ആ ഒന്നിൽ നിന്നാണ് സമ്പത്ത് നേടുന്നത്. ഈ പുതിയ ലോകത്തിൻ്റെ പ്രോപ്പർട്ടി പരിധിയില്ലാത്ത ബാബ തന്നെയാണ് നൽകുന്നത്. ഇദ്ദേഹത്തിലൂടെയാണെന്ന് മാത്രം. ഇദ്ദേഹത്തിലൂടെ അഡോപ്റ്റ് ചെയ്യുന്നു. അതിനാൽ ഇദ്ദേഹത്തെ പിതാവ് എന്ന് പറയുന്നു. ഭക്തി മാർഗത്തിലും ലൗകികവും പാരലൗകികവും രണ്ടുപേരും ഓർമ്മ വരുന്നു. ഇദ്ദേഹത്തിൻ്റെ, അതായത് അലൗകികത്തിൻ്റെ ഓർമ്മ വരുന്നില്ല. കാരണം ഇദ്ദേഹത്തിലൂടെ സമ്പത്തൊന്നും ലഭിക്കുന്നതേയില്ല. പിതാവ് എന്ന വാക്ക് തീർച്ചയായും ഉണ്ട്. എന്നാൽ ഈ ബ്രഹ്മാവും രചനയാണല്ലോ. രചനയ്ക്ക് രചയിതാവിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്.
നിങ്ങളെയും ശിവ് ബാബയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രഹ്മാവിനെയും ആ ഒന്നാണ് ക്രിയേറ്റ് ചെയ്തത്. സമ്പത്ത് ക്രിയേറ്ററിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അതാണ് പരിധിയില്ലാത്ത പിതാവ്. ബ്രഹ്മാവിൻ്റെ അടുക്കൽ പരിധിയില്ലാത്ത സമ്പത്തുണ്ടോ? ബാബ ഇദ്ദേഹത്തിലൂടെ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇദ്ദേഹത്തിനും സമ്പത്ത് ലഭിക്കുന്നു. സമ്പത്ത് എടുത്ത് നിങ്ങൾക്ക് നൽകുകയല്ല ചെയ്യുന്നത്. ബാബ പറയുന്നു, നിങ്ങൾ ഇദ്ദേഹത്തെയും ഓർമ്മിക്കേണ്ടതില്ല. ഈ പരിധിയില്ലാത്ത പിതാവിൽ നിന്നാണ് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ലഭിക്കുന്നത്. ലൗകിക പിതാവിൽ നിന്നും പരിധിയുള്ളതും പാരലൗകിക പിതാവിൽ നിന്നും പരിധിയില്ലാത്തതുമായ സമ്പത്ത് രണ്ടും റിസർവായി. ശിവ് ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു എന്നത് ബുദ്ധിയിൽ വരുന്നുണ്ട്. ബാക്കി ബ്രഹ്മ ബാബയുടെ സമ്പത്ത് എന്നെങ്ങനെ പറയും? ബുദ്ധിയിൽ സ്വത്ത് വരുന്നുവല്ലോ. ഈ പരിധിയില്ലാത്ത ചക്രവർത്തി പദം നിങ്ങൾക്ക് ആ ഒന്നിൽ നിന്ന് ലഭിക്കുന്നു. അതാണ് വലിയ ബാബ. ഇദ്ദേഹം പറയുന്നു, എന്നെ ഓർമ്മിക്കേണ്ടതില്ല. എൻ്റേതായി പ്രോപ്പർട്ടി ഒന്നുമില്ല അത് നിങ്ങൾക്ക് ലഭിക്കുവാനായി. ആരിൽ നിന്നാണോ പ്രോപ്പർട്ടി ലഭിക്കേണ്ടത് ആ ഒന്നിനെ ഓർമ്മിക്കൂ. ആ ഒന്ന് പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ലൗകിക പിതാവിൻ്റെയും പ്രോപ്പർട്ടിയുടെ മേൽ എത്ര വഴക്ക് നടക്കുന്നു. ഇവിടെയാണെങ്കിൽ വഴക്കിൻ്റെ കാര്യമില്ല. ബാബയെ ഓർമ്മിക്കുകയില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി പരിധിയില്ലാത്ത സമ്പത്തും ലഭിക്കുകയില്ല. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഈ രഥത്തോടും പറയുന്നു, നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവും ലഭിക്കും. ഇതിനെ പറയുന്നത് തന്നെ ഓർമ്മയുടെ യാത്ര എന്നാണ്. ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളും ഉപേക്ഷിച്ച് സ്വയം അശരീരി ആത്മാവായി മനസ്സിലാക്കണം. ഇതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. പഠനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രയത്നം വേണ്ടതാണല്ലോ. ഈ ഓർമ്മയുടെ യാത്രയിലൂടെ നിങ്ങൾ പതീതത്തിൽ നിന്നും പാവനമാകുന്നു. ആ യാത്ര ചെയ്യുന്നത് ശരീരം കൊണ്ടാണ്. ഇതാണെങ്കിൽ ആത്മാവിൻ്റെ യാത്രയാണ്. നിങ്ങളുടെ ഈ യാത്ര പരംധാമിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ളതാണ്. പരംധാമം അഥവാ മുക്തിധാമത്തിലേക്ക് ഈ പുരുഷാർത്ഥത്തിലൂടെ അല്ലാതെ ആർക്കും പോകുവാൻ സാധിക്കില്ല. ആരാണോ നല്ല രീതിയിൽ ഓർമ്മിക്കുന്നത് അവർക്ക് തന്നെയാണ് പോകുവാൻ സാധിക്കുന്നത്. പിന്നെ ഉയർന്ന പദവിയും അവർക്ക് നേടുവാൻ സാധിക്കും. എല്ലാവരും പോകും, പക്ഷേ അവരാണെങ്കിൽ പതീതമാണല്ലോ. അതിനാൽ വിളിക്കുന്നു. ആത്മാവാണ് ഓർമ്മിക്കുന്നത്. കഴിക്കുന്നതും കുടിക്കുന്നതും എല്ലാം ആത്മാവാണല്ലോ ചെയ്യുന്നത്. ഈ സമയം നിങ്ങൾക്ക് ദേഹി അഭിമാനി ആകേണ്ടതുണ്ട്. ഈ പ്രയത്നമുണ്ട്. പ്രയത്നമില്ലാതെ യാതൊന്നും ലഭിക്കുകയില്ല. അതും വളരെ സഹജമാണ്. പക്ഷേ മായയുടെ ഓപ്പോസിഷൻ ഉണ്ട്. ആരുടെയെങ്കിലും ഭാഗ്യം നല്ലതായിരിക്കുമെങ്കിൽ ഉടൻ ഇതിൽ മുഴുകുന്നു. ചിലർ വൈകിയും വരും. അഥവാ ബുദ്ധിയിൽ ശരിയായ രീതിയിൽ ഇരുന്നുവെങ്കിൽ പറയും, നമ്മൾ ഈ ആത്മീയ യാത്രയിൽ മുഴുകുകയാണ്. ഇങ്ങനെ തീവ്ര വേഗതയോടെ മുഴുകുകയാണെങ്കിൽ നല്ല രീതിയിൽ ഓടുവാൻ സാധിക്കും. വീട്ടിലിരിക്കുമ്പോഴും ബുദ്ധിയിൽ വരും, ഇത് വളരെ നല്ലതും ശരിയായതുമായ കാര്യമാണ്. ഞാൻ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പതീത പാവനായ ബാബയെ ഓർമ്മിക്കുന്നു. ബാബയുടെ ആജ്ഞയനുസരിച്ച് നടക്കണം. അപ്പോൾ പാവനമാകുവാൻ സാധിക്കും. തീർച്ചയായും ആവുകയും ചെയ്യും. പുരുഷാർത്ഥത്തിൻ്റെ കാര്യമാണ്. വളരെ സഹജമാണ്. ഭക്തി മാർഗത്തിലാണെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ്. ഇവിടെ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ഇപ്പോൾ നമുക്ക് തിരികെ പോകേണ്ടതുണ്ട് ബാബയുടെ അടുക്കിലേക്ക്.
പിന്നെ ഇവിടെ വന്ന് വിഷ്ണുവിൻ്റെ മാലയിൽ കോർക്കപ്പെടണം. മാലയുടെ കണക്കെടുക്കട്ടെ. മാലയാണെങ്കിൽ ബ്രഹ്മാവിൻ്റേതുമുണ്ട്, വിഷ്ണുവിൻ്റേതുമുണ്ട്, രുദ്രൻ്റേതുമുണ്ട്. ആദ്യം പുതിയ സൃഷ്ടിയിലേത് ഇതാണല്ലോ. ബാക്കിയെല്ലാം പിന്നീടാണ് വരുന്നത്. നിങ്ങളുടെ ഉയർന്ന കുലം ഏതാണെന്ന് പറയും. നിങ്ങൾ പറയും വിഷ്ണുകുലം. നമ്മൾ യഥാർത്ഥത്തിൽ വിഷ്ണു കുലത്തിലേതായിരുന്നു, പിന്നെ ക്ഷത്രിയ കുലത്തിലേതായി, പിന്നീട് അതിൽ നിന്നും വംശാവലികൾ വരുന്നു. ഈ നോളജിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നു വംശാവലികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ആദ്യം രുദ്രന്റെ മാലയുണ്ടാകുന്നു. ഉയർന്നതിലും ഉയർന്ന വംശാവലിയാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഇത് നിങ്ങളുടെ വളരെ ഉയർന്ന കുലമാണ്. മുഴുവൻ ലോകത്തിനും സന്ദേശം തീർച്ചയായും ലഭിക്കും എന്നതും മനസ്സിലാക്കുന്നുണ്ട്. ചിലർ പറയുന്നു ഭഗവാൻ തീർച്ചയായും എവിടെയോ വന്നിട്ടുണ്ട്, പക്ഷേ അറിയുവാൻ കഴിയുന്നില്ല. അവസാനം എല്ലാവർക്കും മനസ്സിലാകും. പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴാണെങ്കിൽ കുറച്ചാണ് ഇടുന്നത്. ഒരേ പത്രമാണ് എല്ലാവരും വായിക്കുന്നത് എന്നല്ല. ലൈബ്രറിയിൽ വായിക്കുവാൻ സാധിക്കും. ചിലർ 2-4 പത്രങ്ങളും വായിക്കുന്നു. ചിലർ തികച്ചു വായിക്കുന്നതേയില്ല. ബാബ വന്നിരിക്കുകയാണ് എന്ന് സർവരും അറിയുക തന്നെ വേണം. വിനാശത്തിൻ്റെ സമയം സമീപമാകുമ്പോൾ മനസ്സിലാകും. പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയും പഴയതിൻ്റെ വിനാശവും ഉണ്ടാകുന്നു. വളരെ പേർക്ക് സാക്ഷാത്കാരങ്ങളും ഉണ്ടാകും. നിങ്ങൾ സന്യാസിമാർക്കും രാജാക്കന്മാർക്കും മറ്റും ജ്ഞാനം നൽകണം. വളരെ പേർക്ക് സന്ദേശം ലഭിക്കേണ്ടതുണ്ട്. പരിധിയില്ലാത്ത ബാബ വന്നു കഴിഞ്ഞുവെന്നും ആ ഒന്ന് സദ്ഗതി നൽകുന്നവനാണെന്നും കേൾക്കുമ്പോൾ വളരെ പേർ വരും. ഇപ്പോൾ പത്രത്തിൽ ഇത്രയും മനസ്സിനിണങ്ങിയ രീതിയിൽ നിയമാനുസൃതം വന്നിട്ടില്ല. ചിലർ വരും, അന്വേഷിക്കും. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ശ്രീമത്തനുസരിച്ച് സത്യയുഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങളുടെ പുതിയ മിഷനാണ്. നിങ്ങൾ ഈശ്വരീയ മിഷനിലെ ഈശ്വരീയ അംഗങ്ങളാണ്. ക്രിസ്ത്യൻ മിഷന്റെ ക്രിസ്ത്യൻ അംഗങ്ങൾ ആകുന്നത് പോലെ നിങ്ങൾ ഈശ്വരീയ അംഗങ്ങളാണ്. അതിനാൽ അതീന്ദ്രിയ സുഖം എന്നത് ആത്മാഭിമാനിയായിരിക്കുന്ന ഗോപഗോപികമാരോട് ചോദിക്കൂ എന്ന മഹിമയുണ്ട്. ഒരു ബാബയെ ഓർമ്മിക്കണം, രണ്ടാമത് ആരുമില്ല. ഈ രാജയോഗം ഒരു ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആ ഒന്ന് തന്നെയാണ് ഗീതയുടെ ഭഗവാൻ. എല്ലാവർക്കും ബാബയുടെ ഈ ക്ഷണം അഥവാ സന്ദേശം നൽകണം. ബാക്കി എല്ലാ കാര്യങ്ങളും ജ്ഞാനത്തിൻ്റെ അലങ്കാരമാണ്. ഈ ചിത്രങ്ങളെല്ലാം തന്നെ ജ്ഞാനത്തിൻ്റെ അലങ്കാരമാണ്, ഭക്തിയുടേതല്ല. ഇത് ബാബ ഇരുന്ന് ഉണ്ടാക്കിച്ചതാണ്, മനുഷ്യർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനു വേണ്ടി. ഈ ചിത്രവും മറ്റും പ്രായേണ ലോപമാകും. ബാക്കി ഈ ജ്ഞാനം ആത്മാവിൽ അവശേഷിക്കുന്നു. ബാബയ്ക്കും ഈ ജ്ഞാനമുണ്ട്, ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഭക്തി മാർഗം പാസ് ചെയ്ത്, അതായത് മറികടന്ന് ജ്ഞാനമാർഗത്തിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ ആത്മാവിൽ ഈ പാർട്ടുണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുന്നു. അടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൂടെ വീണ്ടും നമ്മൾ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു ബാബയിൽ നിന്നും. ബാബയ്ക്ക് തന്നെ വന്ന് ഈ നോളജ് തരണമായിരുന്നു. ആത്മാവിൽ അടങ്ങിയിട്ടുണ്ട്. അവിടെ എത്തിച്ചേരുമ്പോൾ പിന്നെ പുതിയ ലോകത്തിൻ്റെ പാർട്ട് റിപ്പീറ്റ് ആകും. തുടക്കം മുതൽ ആത്മാവിലുള്ള മുഴുവൻ റെക്കോർഡും ഈ സമയം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നീട് ഇവയെല്ലാം സമാപ്തമാകും. ഭക്തി മാർഗത്തിലെ പാർട്ടും സമാപ്തമാകും. വീണ്ടും നിങ്ങളുടെ ഏതൊരു ആക്ട് സത്യയുഗത്തിൽ നടന്നിട്ടുണ്ടാകുമോ അത് തന്നെ നടക്കും. എന്ത് നടക്കും എന്നത് ബാബ പറയുന്നില്ല.
എന്തെല്ലാം നടന്നിട്ടുണ്ടാകുമോ അത് തന്നെ നടക്കും. മനസ്സിലാക്കിച്ചു തരുന്നു, സത്യയുഗമാണ് പുതിയ ലോകം. തീർച്ചയായും അവിടെ എല്ലാം പുതിയതും സദോപ്രധാനവും വില കുറഞ്ഞതുമായിരിക്കും. എന്തെല്ലാം കഴിഞ്ഞ കൽപ്പത്തിൽ നടന്നിരുന്നുവോ അത് തന്നെ നടക്കും. കാണുന്നുമുണ്ട്, ഈ ലക്ഷ്മി നാരായണന് എത്ര സുഖമുണ്ടായിരിക്കുന്നു. വജ്രവൈഡൂര്യങ്ങൾ, ധനം വളരെയധികം ഉണ്ടായിരിക്കുന്നു. ധനമുണ്ടെങ്കിൽ സുഖവുമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് താരതമ്യം ചെയ്യുവാൻ സാധിക്കും, അവിടെ ചെയ്യുവാൻ സാധിക്കില്ല. ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ മറന്നുപോകും. ഇത് പുതിയ കാര്യങ്ങളാണ്. അത് ബാബ തന്നെയാണ് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്. എവിടെയാണോ കാര്യവ്യവഹാരങ്ങൾ മുഴുവൻ നിലയ്ക്കുന്നത് അവിടേക്ക് ആത്മാക്കൾക്ക് പോകേണ്ടതുണ്ട്. കണക്കുകൾ സമാപ്തമാകുന്നു, റെക്കോർഡ് പൂർത്തിയാകുന്നു. ഒരേ ഒരു റെക്കോർഡ് വളരെ വലുതാണ്. പിന്നെ പറയും, ആത്മാവ് ഇത്രയും വലുതാകേണ്ടതാണ് എന്ന്. പക്ഷേ അല്ല, ഇത്രയും ചെറിയ ആത്മാവിൽ 84 ജന്മങ്ങളുടെ പാർട്ടുണ്ട്. ആത്മാവും അവിനാശിയാണ്. ഇതിനെ കേവലം വണ്ടർ എന്ന് തന്നെ പറയും. ഇങ്ങനെയുള്ള ആശ്ചര്യകരമായ വസ്തു മറ്റൊന്നുണ്ടാവുകയില്ല. ബാബയെക്കുറിച്ച് പറയുന്നു, സത്യയുഗത്തിൻ്റെയും ത്രേതായുടെയും സമയത്ത് വിശ്രമത്തിൽ ഇരിക്കുന്നു. നമ്മളാണെങ്കിൽ ഓൾ റൗണ്ട് പാർട്ട് അഭിനയിക്കുന്നു. ഏറ്റവും കൂടുതൽ നമ്മുടെ പാർട്ടാണ്. അപ്പോൾ ബാബ സമ്പത്തും ഉയർന്നത് നൽകുന്നു. പറയുന്നു, 84 ജന്മങ്ങളും നിങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. എൻ്റെ പാർട്ട് പിന്നെ ഇങ്ങനെയുള്ളതാണ്. അത് മറ്റാർക്കും അഭിനയിക്കുവാൻ സാധിക്കില്ല. വണ്ടർഫുൾ കാര്യങ്ങളാണല്ലോ. ഇതും വണ്ടറാണ്. ആത്മാക്കളെ ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മാവ് മെയിലോ ഫീമെയിലോ അല്ല. എപ്പോഴാണോ ശരീരം ധാരണ ചെയ്യുന്നത് അപ്പോഴാണ് മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നത്. ആത്മാക്കളെല്ലാം തന്നെ കുട്ടികളാണ്. അപ്പോൾ സഹോദരങ്ങളാകുന്നു. പരസ്പരം സഹോദരന്മാരാണ്. തീർച്ചയായും സമ്പത്ത് നേടുന്നതിനു വേണ്ടി. ആത്മാവ് ബാബയുടെ കുട്ടിയാണല്ലോ. സമ്പത്ത് നേടുന്നത് പിതാവിൽ നിന്നാണ്. അതിനാൽ മെയിൽ എന്ന് തന്നെ പറയും. എല്ലാ ആത്മാക്കൾക്കും ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നതിൻ്റെ അവകാശമുണ്ട്. അതിനുവേണ്ടി ബാബയെ ഓർമ്മിക്കണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. നമ്മളെല്ലാം ബ്രദേഴ്സാണ്. ആത്മാവ് ആത്മാവ് തന്നെയാണ്. അതൊരിക്കലും മാറുന്നില്ല. പിന്നെ ശരീരമാണ് ചിലപ്പോൾ മെയിലിൻ്റെയും ചിലപ്പോൾ ഫീമെയിലിൻ്റെയും എടുക്കുന്നത്. ഇത് മനസ്സിലാക്കേണ്ടതായ വളരെ വിചിത്രമായ കാര്യങ്ങളാണ്. മറ്റാർക്കും തന്നെ കേൾപ്പിക്കുവാൻ സാധിക്കില്ല. ബാബയിൽ നിന്നോ അല്ലെങ്കിൽ കുട്ടികളായ നിങ്ങളിൽ നിന്നോ മാത്രമേ കേൾക്കുവാൻ സാധിക്കൂ. ബാബ കുട്ടികളായ നിങ്ങളോട് തന്നെയാണ് സംസാരിക്കുന്നത്. മുൻപാണെങ്കിൽ എല്ലാവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എല്ലാവരോടും സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ സംസാരിച്ച് ഒടുവിൽ ആരോടും സംസാരിക്കുകയേയില്ല. സൺ ഷോസ് ഫാദർ എന്നാണല്ലോ. കുട്ടികൾ തന്നെ പഠിപ്പിക്കേണ്ടതുണ്ട്. കുട്ടികളായ നിങ്ങൾ തന്നെയാണ് വളരെ പേരുടെ സർവീസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ബാബ മനസ്സിലാക്കുന്നു, ഇവർ വളരെ പേരെ തനിക്ക് സമാനമാക്കി മാറ്റി കൊണ്ടുവരുന്നു. ഇന്ന ആൾ വലിയ രാജാവാകും, ഇന്ന ആൾ ചെറിയ രാജാവാകും. നിങ്ങൾ ആത്മീയ സേനയുമാണ്. എല്ലാവരെയും രാവണന്റെ ചങ്ങലയിൽ നിന്നും മോചിപ്പിച്ച് തൻ്റെ മിഷനിലേക്ക് കൊണ്ടുവരുന്നു. ആര് എത്ര സർവീസ് ചെയ്യുമോ അത്രയും ഫലം ലഭിക്കുന്നു. ആര് കൂടുതൽ ഭക്തി ചെയ്തിട്ടുണ്ടോ അവർ തന്നെ കൂടുതൽ സമർത്ഥരാകുന്നു, സമ്പത്ത് നേടിയെടുക്കുകയും ചെയ്യുന്നു. ഇത് പഠനമാണ്. നല്ല രീതിയിൽ പഠിച്ചില്ലെങ്കിൽ ഫെയിലായി പോകും. പഠനം വളരെ സഹജമാണ്. മനസ്സിലാക്കുന്നതും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതും സഹജമാണ്. ഡിഫിക്കൽറ്റിയുടെ കാര്യമില്ല. എന്നാൽ രാജധാനി സ്ഥാപിതമാകേണ്ടതുണ്ട്.
അതിൽ എല്ലാവരും വേണമല്ലോ. പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. അതിൽ നമ്മൾ ഉയർന്ന പദവി നേടണം. മൃത്യുലോകത്തിൽ നിന്നും ട്രാൻസ്ഫറായി അമരലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. എത്രത്തോളം പഠിക്കുമോ അത്രയും അമരപുരിയിൽ ഉയർന്ന പദവി നേടും. ബാബയെ സ്നേഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് വളരെയധികം പ്രിയത്തിലും പ്രിയമായ വസ്തുവാണ്. സ്നേഹത്തിൻ്റെ സാഗരവുമാണ്. ഏകരസ സ്നേഹമുണ്ടാവുക സാധ്യമല്ല. ചിലർ ഓർമ്മിക്കുന്നു, ചിലർ ഓർമ്മിക്കുന്നില്ല. ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൻ്റെയും ലഹരി ഉണ്ടായിരിക്കുന്നുവല്ലോ. ഇത് വലിയ ടെംപ്റ്റേഷനാണ്. ആർക്കും പറഞ്ഞു കൊടുക്കണം, ഇത് യൂണിവേഴ്സിറ്റിയാണ്, ഇത് സ്പിരിച്വൽ പഠനമാണ്. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഒരു സ്കൂളിലും കാണിച്ചു കൊടുക്കപ്പെടുന്നില്ല. ദിനം പ്രതിദിനം കൂടുതൽ ചിത്രങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. അത് കാണുമ്പോൾ തന്നെ മനുഷ്യർ മനസ്സിലാക്കും, ഏണിപ്പടി വളരെ നല്ലതാണ്. എന്നാൽ ദേവതാധർമ്മത്തിലേതല്ല എങ്കിൽ അവർക്ക് മനസ്സിലാവുകയില്ല. ആരാണോ ഈ കുലത്തിലേതായിരിക്കുന്നത് അവർക്ക് അമ്പേൽക്കും. ആര് നമ്മുടെ ദേവതാധർമ്മത്തിലെ ഇലകളായിരിക്കുമോ അവർ തന്നെ വരും. നിങ്ങൾക്ക് ഫീലാകും, ഇവർ വളരെ താല്പര്യത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലരാണെങ്കിൽ അങ്ങനെ തന്നെ പോയിക്കളയും. ദിനം പ്രതിദിനം പുതിയ പുതിയ കാര്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. സർവീസിൻ്റെ വളരെ താല്പര്യം ആവശ്യമാണ്. ആര് സർവീസിൽ തൽപരരായിരിക്കുമോ അവർ ഹൃദയത്തിൽ കയറും, സിംഹാസനത്തിലും കയറും. മുന്നോട്ട് പോകവേ നിങ്ങൾക്ക് എല്ലാ സാക്ഷാത്കാരങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ സന്തോഷത്തിൽ നിങ്ങളിരിക്കും. ലോകത്തിലാണെങ്കിൽ നിലവിളികൾ വളരെയധികം ഉണ്ടാകേണ്ടതുണ്ട്. രക്തത്തിൻ്റെ നദികളും ഒഴുകേണ്ടതുണ്ട്. സേവനം ചെയ്യുന്ന ധൈര്യശാലികളായവർ ഒരിക്കലും വിശന്നു മരിക്കില്ല. എന്നാൽ ഇവിടെയാകട്ടെ നിങ്ങൾക്ക് വനവാസത്തിൽ ഇരിക്കേണ്ടതുണ്ട്. സുഖവും അവിടെ ലഭിക്കും. കന്യകയെ വനവാസത്തിൽ ഇരുത്തുന്നുവല്ലോ. അമ്മായി അച്ഛൻ്റെ ഗ്രഹത്തിൽ പോയി വേണം നന്നായി വസ്ത്രമണിയുവാൻ. നിങ്ങളും അമ്മായി അച്ഛൻ്റെ ഗ്രഹത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ലഹരി ഉണ്ടായിരിക്കുന്നു. അതാകട്ടെ സുഖധാമം തന്നെയാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മാലയിൽ കോർക്കപ്പെടുന്നതിനായി ദേഹി അഭിമാനിയായി തീവ്ര വേഗതയോടെ ഓർമ്മയുടെ യാത്ര ചെയ്യണം. ബാബയുടെ ആജ്ഞയനുസരിച്ച് നടന്ന് പാവനമാകണം. ബാബയുടെ പരിചയം നൽകി വളരെ പേരെ തനിക്ക് സമാനമാക്കാനുള്ള സേവനം ചെയ്യണം. ഇവിടെ വനവാസത്തിലിരിക്കണം. അന്തിമ നിലവിളികളുടെ ദൃശ്യം കാണുന്നതിനായി മഹാവീരനാകണം. വരദാനം: ബന്ധനങ്ങളുടെ കൂട് ഭേദിച്ച് ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കുന്ന സത്യമായ ട്രസ്റ്റിയായി ഭവിക്കട്ടെ. ശരീരത്തിൻ്റെയും സംബന്ധത്തിൻ്റെയും ബന്ധനം തന്നെയാണ് കൂട്. കടമകളും നിമിത്തം മാത്രമായി നിറവേറ്റണം, മോഹത്തോടെ അല്ല. അപ്പോൾ നിർബന്ധനം എന്ന് പറയും. ആരാണോ ട്രസ്റ്റിയായി നടക്കുന്നത് അവർ തന്നെയാണ് നിർബന്ധനം. അഥവാ ഏതെങ്കിലും എൻ്റേതെന്ന ഭാവം ഉണ്ടെങ്കിൽ കൂട്ടിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂട്ടിലെ മൈനയിൽ നിന്നും ഫരിസ്തയായി മാറിക്കഴിഞ്ഞു. അതിനാൽ എവിടെയും അല്പം പോലും ബന്ധനം ഉണ്ടാകരുത്. മനസ്സിൻ്റെയും ബന്ധനം പാടില്ല. എന്തു ചെയ്യട്ടെ, എങ്ങനെ ചെയ്യട്ടെ, ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല. ഇതും മനസ്സിൻ്റെ ബന്ധനമാണ്. മർജീവ ആയിക്കഴിഞ്ഞു എന്നിരിക്കെ എല്ലാ പ്രകാരത്തിലുമുള്ള ബന്ധനം സമാപ്തമായി സദാ ജീവൻ മുക്ത സ്ഥിതിയുടെ
അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കണം. സ്ലോഗൻ: സങ്കല്പങ്ങളെ സംരക്ഷിക്കൂ, അപ്പോൾ സമയവും വാക്കും എല്ലാം സ്വതവേ ലാഭിക്കും. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. കർമാതീതം എന്നാൽ കർമ്മത്തിൻ്റെ ഏതൊരു ബന്ധനത്തിൻ്റെയും സ്പർശത്തിൽ നിന്നും വേറിട്ടത്. ഇപ്രകാരം തന്നെ അനുഭവം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഒരു കാര്യവും സ്പർശിക്കരുത്. ചെയ്തതിനു ശേഷം ഏതൊരു റിസൾട്ട് വന്നുവോ അതിൻ്റെയും സ്പർശം ഉണ്ടാകരുത്. തീർത്തും വേറിട്ട സ്ഥിതിയുടെ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കണം. മറ്റാരോ ചെയ്യിച്ചു, ഞാൻ ചെയ്തു എന്ന പോലെ നിമിത്തമാകുന്നതിലും വേറിട്ട അവസ്ഥ അനുഭവപ്പെടണം. എന്തെല്ലാം കഴിഞ്ഞു പോയോ ഫുൾ സ്റ്റോപ്പ് ഇട്ട് വേറിട്ടവരായി മാറൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ദിവ്യ നേത്രത്തിലൂടെ ഞാൻ എൻ്റെ ആത്മസ്വരൂപത്തെ കാണുന്നു. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ആത്മജ്യോതിയിൽ എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. ആത്മബോധത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സാകാര സ്വരൂപത്തിൽ നിന്നും ആകാരീ രൂപം ഞാൻ ധാരണ ചെയ്യുന്നു. ഞാൻ ആത്മാവ് സൂക്ഷ്മ പ്രകാശ ശരീരധാരിയായി മാറുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. ഈ ഫരിഷ്ത സ്ഥിതിയിൽ ഞാൻ ഫരിസ്തകളുടെ ലോകത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ അവ്യക്ത ലോകത്തിൽ ബാപ് ദാദയുടെ മുന്നിലാണ് ഞാൻ. ബാപ് ദാദയുടെ ദിവ്യവും അലൗകികവുമായ വരദാനി ദൃഷ്ടി ആത്മാവായ എന്നിൽ പതിക്കുന്നു. സദാ വിജയീ രത്നമായി ഭവിക്കട്ടെ എന്ന വരദാനം ബാപ് ദാദ എനിക്ക് നൽകുന്നു. ഈ വരദാനം സ്വീകരിച്ച് ഞാൻ എൻ്റെ നിരാകാര രൂപം ധാരണ ചെയ്യുന്നു.
സ്വർണ്ണ ചുവപ്പ് പ്രകാശമയമായ ബ്രഹ്മലോകത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ബ്രഹ്മലോകത്തിൽ ശിവബാബയുടെ മംഗളകാരി സ്വരൂപത്തിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുന്നു. ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും പ്രകാശകിരണങ്ങൾ എന്നിൽ പതിക്കുന്നു. ഈ ദിവ്യവും അലൗകികവുമായ സ്നേഹവും ശക്തിയും ഞാൻ എൻ്റെ ദിവ്യ ബുദ്ധിയിൽ ധാരണ ചെയ്യുന്നു.